ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ലയണൽ മെസ്സി ഇന്റർ മയാമിക്ക് വേണ്ടി ഗംഭീര പ്രകടനമാണ് ഇപ്പോൾ പുറത്തെടുക്കുന്നത്. അതായത് ഇന്റർ മയാമി വിജയിക്കുന്ന മത്സരങ്ങളിൽ എല്ലാം തന്നെ മെസ്സിയുടെ ആ ഒരു പങ്കാളിത്തം നമുക്ക് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ മത്സരത്തിലും മെസ്സി 2 അസിസ്റ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ക്ലബ്ബുമായുള്ള മെസ്സിയുടെ കോൺട്രാക്റ്റ് ഈ വർഷത്തോടു കൂടി അവസാനിക്കുകയാണ്. ഇത് പുതുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ നിലനിന്നിരുന്നു. പക്ഷേ പുതുക്കും എന്നത് നേരത്തെ ഉറപ്പായി കഴിഞ്ഞ ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ESPN അർജന്റീന പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് മെസ്സി 2028 വരെ കോൺട്രാക്റ്റ് പുതുക്കും എന്നാണ് ഇവർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. 2028 വരെയുള്ള പുതിയ കരാറാണ് മെസ്സിക്ക് ഇപ്പോൾ ഇന്റർ മയാമി വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അത് മെസ്സി അംഗീകരിക്കുകയാണ്. പക്ഷേ അവിടെ ഒരു ക്ലോസ് കൂടിയുണ്ട്. അതായത് 2026 എന്ന സീസണിന് ശേഷവും 2027 എന്ന സീസണിന് ശേഷവും ക്ലബ്ബ് വിടാനുള്ള ഓപ്ഷൻ മെസ്സിക്ക് ലഭ്യമായിരിക്കും. അദ്ദേഹത്തിന്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കാനുള്ള ഒരു ഓപ്ഷനാണ് മെസ്സിക്ക് ലഭിക്കുക. ഇനി മറ്റൊരു കാര്യം കൂടി ESPN അർജന്റീന പറഞ്ഞിട്ടുണ്ട്. അതായത് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ലയണൽ മെസ്സിയും അതുപോലെ തന്നെ ക്ലബ്ബ് ഉടമസ്ഥരും തമ്മിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ട്. അതിൽ മെസ്സി പറഞ്ഞത് ഇപ്രകാരമാണ്. അതായത് ഞാൻ ഈ ക്ലബിനകത്ത് തുടരുമോ എന്നത് എനിക്കറിയില്ല. കാരണം എനിക്ക് കൂടുതൽ അംബീഷ്യസ് ആയ പ്രൊജക്റ്റാണ് വേണ്ടത്. കൂടുതൽ കോമ്പറ്റീറ്റീവായ ഒരു ടീമിനെ എനിക്ക് വേണം. മികച്ച ഒരു ടീമിനെ നമ്മൾ പടുത്തുയർത്തണം. ഇന്റർനാഷണൽ ലെവലിൽ മാറ്റുരക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ടീമിനെയാണ് എനിക്ക് വേണ്ടത്. ഇതായിരുന്നു മെസ്സി ക്ലബിന്റെ ഉടമസ്ഥരോട് ആവശ്യപ്പെട്ടത്. അതിന് മറുപടിയായി കൊണ്ട് ക്ലബിന്റെ ഉടമസ്ഥർ അദ്ദേഹത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? തീർച്ചയായും നമുക്ക് പേരുകളെ കുറിച്ച് ചർച്ച ചെയ്യാം. കൂടുതൽ കോമ്പറ്റീറ്റീവ് ആയ ടീം വേണം എന്ന് പറഞ്ഞല്ലോ. ആരൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ മെസ്സി പറഞ്ഞത് ഡീപോളിനെ വേണം എന്നുള്ളതാണ്. അങ്ങനെ ഡീപോളിനെ കൊണ്ടുവരാൻ ഇന്റർ മയാമി തീരുമാനിച്ചു. $15 മില്യൺ നൽകിക്കൊണ്ടാണ് ഡീപോളിനെ ഇന്റർ മയാമി കൊണ്ടുവന്നത്. അതായത് മെസ്സിയുടെ നിർദ്ദേശപ്രകാരമാണ് റോഡ്രിഗോ ഡീപോൾ ഇപ്പോൾ ഈ ഒരു ക്ലബിൽ എത്തിയിട്ടുള്ളത്. മെസ്സി കോൺട്രാക്റ്റ് പുതുക്കുന്നതിൽ മടി കാണിക്കാനുള്ള കാരണം അത് ഒരിക്കലും പണമായിരുന്നില്ല. അഥവാ മെസ്സിയുടെ സാലറി സംബന്ധിച്ച കാരണങ്ങൾ കൊണ്ടല്ല മെസ്സി കോൺട്രാക്റ്റ് പുതുക്കാൻ മടിച്ചത്. മറിച്ച് ഇന്റർ മയാമിയുടെ ടീമിന്റെ അവസ്ഥ കാരണമാണ്. കൂടുതൽ മികച്ച ടീമിനെ ഉണ്ടാക്കാൻ മെസ്സി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മെസ്സി കോൺട്രാക്റ്റ് പുതുക്കുന്ന കാര്യത്തിൽ ഒരു മടി കാണിച്ചത്. എന്നാൽ മികച്ച ടീമിനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു വാഗ്ദാനം ക്ലബിന്റെ ഉടമസ്ഥർ ഇപ്പോൾ മെസ്സിക്ക് നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കൊണ്ടാണ് ഡീപോളിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ മെസ്സി ഈ ഒരു അമേരിക്കൻ ക്ലബിനകത്ത് തുടരാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതാണ് ESPN അർജന്റീന റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം. ഏതായാലും ലയണൽ മെസ്സി കുറച്ചു കാലം കൂടി ഈ അമേരിക്കൻ ക്ലബിൽ ഉണ്ടാകും എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.